ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സൈറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു മെയിനെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. പ്ലൂമിൻ്റെ മെയിനെറ്റ് എയർ ഡ്രോപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്ലൂം ടെസ്റ്റ് ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ എന്നെ ഫോളോ ചെയ്യുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിലുള്ള ടെസ്റ്റ് റിവാർഡും ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലൂം ടെസ്റ്റ് ഫേസ് തൊട്ട് തന്നെ എല്ലാ അപ്ഡേറ്റ്സും ടെലിഗ്രാം ചാനലിൽ ഇടുകയും അതേപോലെ തന്നെ പ്ലൂം ടെസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ടെസ്റ്റ് എൻഡായ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ TG സമയത്ത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ക്ലെയിം ചെയ്യാത്തവരും കാണും, അതായത് മെയിനെറ്റ് ഫേസ് രജിസ്റ്റർ ചെയ്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഇപ്പോൾ ക്ലെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ കയറിയിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി TG സമയത്ത് ക്ലെയിം ചെയ്തവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ക്ലെയിം ചെയ്ത് പോയല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ക്ലെയിം ചെയ്ത കുറച്ച് ടോക്കൺസ് അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലെയിം പേജിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോയി ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇനി ന്യൂ യൂസേഴ്സ് ആരെങ്കിലും തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ഒരു $2 to $6 സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മേ ബി അതിലും കൂടുതൽ ആയേക്കാം. ബിക്കോസ് 180 മില്യണോളം ടോക്കൺസ് ഈ എയർ ഡ്രോപ്പ് പൂളിൽ റിവാർഡായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. സോ ചെയ്യുന്നവർക്കെല്ലാം നല്ല രീതിയിലുള്ള പ്ലൂം അലോക്കേഷൻ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ ക്യാഷ് മുടക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചെയ്യുക. ഓക്കെ, അപ്പം മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. ദെൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റഡ് ഫേസിൽ നിങ്ങൾ യൂസ് ചെയ്ത വാലറ്റ് ഏതാണോ സെയിം അതേ വാലറ്റ് തന്നെ ഇവിടെയും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മെറ്റാമാസ്കോ സെറിയോണോ ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ന്യൂ യൂസേഴ്സിന് ഇവിടെ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പം പ്ലൂം നെറ്റ്വർക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കും. സോ അതുകൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്തേക്കണം, അത് നിങ്ങൾ മറക്കരുത്. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ട്യൂട്ടോറിയൽസ് കാണിക്കും. അപ്പോൾ അതെല്ലാം ജസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ എടുത്ത് തന്നെ പോവുക. പിന്നെ ന്യൂ യൂസേഴ്സിന് ഇനി നേരെ ഹോം പേജിലേക്കായിരിക്കും പോവുക. ഇനി ടെസ്റ്റ് നെറ്റ് ഒക്കെ ഓൾറെഡി ചെയ്തവർക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു 500 to 1000+ പോയിൻറ്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു 1200 പോയിൻറ്റ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ ടെസ്റ്റ് നെറ്റ് ചെയ്ത അതേ വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് നെറ്റ് യൂസേഴ്സിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ തന്നെ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിക്കാഞ്ഞത്. അപ്പം അതും അതേപോലെ തന്നെ പ്ലൂം ടോക്കൺസ് ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ടാണ് എനിക്കിവിടെ 1268 പോയിന്റ്സ് കാണാനായിട്ട് സാധിക്കുന്നത്. എനിവേ നമുക്ക് നേരെ മൈ പ്രൊഫൈൽ എടുക്കാം. അപ്പോൾ മൈ പ്രൊഫൈൽ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ട്വിറ്ററും ഡിസ്കോഡും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് കാണിക്കും. അതെല്ലാം തന്നെ നിങ്ങളുടെ കണക്ട് ചെയ്യുക. നമുക്കിനി ഡിസ്കോഡും ട്വിറ്ററും ഒക്കെ ബന്ധപ്പെട്ടിട്ട് കുറേ ബാഡ്ജസ് ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. ഇനി പോകെ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതിനായിട്ട് എന്തായാലും നിങ്ങൾക്ക് ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്തേ പറ്റൂ. സോ നിങ്ങൾ ഇവിടെ തന്നെ അത് കണക്ട് ചെയ്തേക്കുക. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലെവലപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ലെവലപ്പ് കൊടുക്കുക. ദെൻ അവിടെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. ക്വസ്റ്റ് 1, ക്വസ്റ്റ് 2, ക്വസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെറിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് പ്ലൂമിലേക്ക് നിങ്ങൾ ജസ്റ്റ് ബ്രിഡ്ജ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അത് ബ്രിഡ്ജ് എടുക്കുവാണ്. ഇനി ഇവിടെ ഞാൻ പോൾ ടോക്കണാണ് പ്ലൂമായിട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചെറിയൊരു എമൗണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 15 പോൾ മാത്രമേ സ്വാപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ 15 പോൾ കൊടുത്തിട്ട് ഞാനിവിടെ സ്വാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് ബ്രിഡ്ജ് ആയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് സെറിയോൺ വാലറ്റ് ആകുമ്പോൾ ഇങ്ങനെ ചില എറേഴ്സ് ഒക്കെ കാണിക്കും കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്തിരുന്നാൽ മാത്രം മതി, റെഡി ആയിക്കോളും. മെറ്റാമാസ്കിന് അങ്ങനെ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് മിൻറ്റ് PUSD ആണ്. അപ്പം MintPUSD എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇനി വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക.
ഇനി PUSD മിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് USDC ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ USDC ഇല്ല, അതും പ്ലൂം നെറ്റ്വർക്കിൻ്റെ തന്നെ USDC തന്നെ വേണം. അപ്പോൾ അതല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ETH നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് ഫീ അധികം പോവും, അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പ്ലൂം നെറ്റ്വർക്കിൻ്റെ USDC ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മിൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കോയിൻസിൽ നിന്ന് പ്ലൂം USDCയിലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് മിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റിലേ എന്ന് പറഞ്ഞൊരു സൈറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ റിലേയുടെ ഞാൻ സൈറ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റിലേയുടെ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ പോൾ ഉള്ളതുകൊണ്ട് ഞാൻ പോളിൽ നിന്ന് USDCയിലേക്ക് ബ്രിഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 പോളാണ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പോൾ ഇവിടെ ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ബ്രിഡ്ജ് ആയ സ്ഥിതിക്ക് നമുക്ക് നേരെ മിൻറ്റിൻ്റെ സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്താ മിൻറ്റിൻ്റെ സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എമൗണ്ട് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ മിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം ചെയ്യുമ്പോഴും ബ്രിഡ്ജ് ചെയ്യാനായാലും ശരി മിൻറ്റ് ചെയ്യാനായാലും ശരി നിങ്ങൾ വളരെ കുറച്ച് എമൗണ്ട് തന്നെ കൊടുത്തുകൊണ്ട് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ മിൻറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്കിലേക്ക് പോവാം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റസ്റ്റർ ഡെക്സിൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ദെൻ നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കോയിനിൽ നിന്ന് ഏതെങ്കിലും ഒരു കോയിനിലേക്ക് നമുക്ക് ജസ്റ്റ് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ പ്ലൂം ടോക്കണാണ് ഞാനിവിടെ എടുക്കുന്നത്. പ്ലൂമിൽ നിന്ന് USDCയിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ, അത് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വാപ്പ് ചെയ്യാനാണ്. ആംബിയൻ ഫിനാൻസിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. ദെൻ അവിടെ നിന്ന് നമുക്ക് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നിങ്ങൾ വായിച്ച് ഓരോ ക്വസ്റ്റുകളും ജസ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാത്തിലും ചെറിയ ചെറിയ എമൗണ്ട് കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ് ഫുള്ള് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ എല്ലാം ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി സ്പിന്ന് കാണാം. അതേപോലെ തന്നെ ഡെയിലി ചെക്കിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെക്കിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീക്ക് കിട്ടും, ഡെയിലി സ്ട്രീക്ക്. അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യാതെ ഡെയിലി സ്പിൻ ചെയ്യാനും ഡെയിലി ചെക്കിൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ 2 പ്ലൂം നിങ്ങൾ ഒരു സ്പിന്നിനായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ആ 2 പ്ലൂം കൊടുത്ത് നിങ്ങൾ സ്പിൻ ചെയ്യുക. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് കിട്ടുന്നതായിരിക്കും. അതായത് സ്പിന്ന് കറങ്ങി നിൽക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ എനിക്കിവിടെ നത്തിങ് ആണ് കിട്ടിയത്. സോ അതായത് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ കിട്ടുമ്പോഴും നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പ്ലൂം തന്നെ കിട്ടാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്ലൂം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് നത്തിങ് ആണ് കിട്ടുന്നതെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് നത്തിങ് കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ബാഡ്ജ് ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ നത്തിങ് കിട്ടുമ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ, എൻ്റെ 2 പ്ലൂം വെറുതെ പോയല്ലോ എന്നോർത്താരും വിഷമിക്കേണ്ട. അവിടെയും നിങ്ങൾക്ക് ഒരു ബാഡ്ജ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താഴെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ എയർ ഡ്രോപ്പും അതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബാഡ്ജസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ ബാഡ്ജസ് ഉണ്ട്. ഈ ബാഡ്ജ് എല്ലാം തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ ബാഡ്ജും ക്ലെയിം ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും അവിടെ അത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വായിക്കുക. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാഡ്ജ് ക്ലെയിം ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നത്തിങ് എന്ന് പറഞ്ഞിട്ട് സ്പിൻ ചെയ്യുമ്പോൾ നത്തിങ് എന്ന് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ 3 പ്രാവശ്യം നത്തിങ് കിട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലക്ഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജ് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതേപോലെ ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പോൾ മോസ്റ്റ്ലി ഇവിടെ ഡിസ്കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ബാഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതും ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഡിസ്കോഡിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളവർക്ക് മാത്രമേ ഈ ബാഡ്ജസ് ഒക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
സോ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറേ ടയേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ലെവൽസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടയേഴ്സ് കൂടുന്നതായിട്ട് കാണിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ ടയർ 2 ആണ് എൻ്റെ ലെവൽ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടയർ 3, ടയർ 4 എന്നൊക്കെ പറഞ്ഞ് കുറേ ലെവൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. ഓരോ ലെവൽസും നിങ്ങൾ മാക്സിമം അപ്പാവാനായിട്ട് നോക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ലെവൽസ് കൂട്ടാൻ പറ്റുന്നു, എത്രത്തോളം നിങ്ങൾ ടയേഴ്സ് അപ്പാവുന്നു, അത്രത്തോളം നിങ്ങൾക്ക് പോയിൻറ്റ്സും കിട്ടും. അതുപോലെ തന്നെ റിവാർഡ്സും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ഇവിടെ ബാഡ്ജസ് എല്ലാം തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പോയിൻറ്റ്സ് കൂട്ടുക. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു മെയിനായിട്ട് ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനായിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിലെ ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡൗട്ട്സ് എല്ലാം തന്നെ നമ്മൾ വീഡിയോസായിട്ട് ടെലിഗ്രാമിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് തന്നെ ബൈ ഗൈസ്.